ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പോൾ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ സന്തോഷമുള്ളൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ. നമുക്കിപ്പോൾ എല്ലാവർക്കും ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയി നമ്മുടെ തലയുടെ പ്രശ്നങ്ങൾ, മുടി കൊഴിച്ചിൽ, അല്ലെങ്കിൽ തലയിലൊക്കെ ഇങ്ങനെ വട്ടച്ചുറി പോണക്ക് വരുന്നു, അല്ലെങ്കിൽ ഈ താരന് ഇങ്ങനെ വന്നിട്ട് വലിയ പോണക്ക് ഇങ്ങനെ പൊളിഞ്ഞു വരും, എന്നിട്ട് ഭയങ്കര ചൊറിച്ചിൽ. അപ്പോൾ ഇത് കൂടിക്കഴിയുമ്പോൾ നമ്മുടെ നെറ്റിയിലോട്ടും പുരുകത്തൊയിലോട്ടും ഒക്കെ ഇതുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒന്നും ബ്യൂട്ടി പാർലറിൽ പോയി നമുക്ക് തല ക്ലീൻ ചെയ്യാനും ഒന്നും പറ്റിയെന്ന് വരികയില്ല. കാരണം അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നല്ല കാശാകും. 2,500 രൂപ 3,000 രൂപയൊക്കെ ഒറ്റ ട്രിപ്പിനാണ്. അങ്ങനെ അവർ പറയും ഒരു 4 പ്രാവശ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇത് റെഡി ആകത്തുള്ളൂ എന്ന് പറയും. അപ്പം നമ്മൾക്ക് കാശില്ലാത്തവരെന്ത് ചെയ്യും? നമുക്കതിനൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊന്നും നിങ്ങളാരും പോകണ്ട. ഇതൊക്കെ കുറേ കാലം, ഒരു 10, 20 അല്ല 25 വർഷമേ ആയിട്ടുള്ളൂ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ഇങ്ങനെയുള്ള നമ്മുടെ തലയൊക്കെ ക്ലീൻ ചെയ്യുന്ന കാലങ്ങോട്ട് വന്നിട്ട്. അപ്പം നമ്മളതെല്ലാം വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം. അതാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് എപ്പോഴും നല്ലത്. യാതൊരു വക കെമിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്ക് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരുടെ ഇടയിൽ തലമുടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലനര, ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ തലമുടി നരയ്ക്കും, തലമുടി കൊഴിഞ്ഞു പോകും, പിന്നെ ഇങ്ങനെ മുടിയെല്ലാം ഇങ്ങനെ കീറി ഇങ്ങനെ പൊളന്ന് വരും, പിന്നെ എളുപ്പം കഷണ്ടി തിരിയും, തലമുടിയുടെ ഉള്ള് അതായത് തിക്ക് കുറയും, ഇതെല്ലാം ഉണ്ടാകും. പിന്നെ അതിനൊക്കെ കൂടി ഞാൻ നിങ്ങൾക്ക് 10 പൈസ മുടക്കില്ലാത്തൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കാത്തവരാരും കാണത്തില്ല. രാവിലെ വെച്ച് ചിലപ്പം വൈകിട്ടായിരിക്കും ചോറില്ലാതുള്ളൂ, പക്ഷേ എങ്കിൽ പോലും രാവിലെ വെക്കുമ്പോഴുണ്ടല്ലോ ഈ കഞ്ഞിവെള്ളം നിങ്ങൾ രാവിലെ ഊറ്റി ഒരു പാത്രത്തിൽ മാറ്റി വയ്ക്കണം. വൈകിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയില്ലേ, അതങ്ങ് കംപ്ലീറ്റ് ഊറ്റിക്കളയുക. നിങ്ങൾക്ക് 2 പേർക്കാണോ 3 പേർക്കാണോ ഇത് വേണ്ടത്, നിങ്ങളുടെ തലമുടിയിലെ താരൻ്റെയോ അല്ലെ തലമുടിയുടെ പ്രശ്നമുള്ളവരാർക്കാണോ, അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഇത് ഒരു പ്രശ്നവും ഇല്ലേ പോലും നമ്മുടെ തലയ്ക്കുണ്ടല്ലോ ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്ന തേച്ച് കഴിഞ്ഞാൽ തലമുടിക്കും അതുപോലെ തന്നെ തലയോട്ടിക്കും സ്കിന്നിനും നമ്മുടെ കണ്ണിന് വരെ നല്ല കുളിർമ കിട്ടുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ഒരാളെ ഉള്ളെങ്കിൽ 1 കപ്പ് കഞ്ഞിവെള്ളം ഇതിൻ്റെ അകത്തുനിന്ന് അടിയിലത്തെ ആ കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുത്തങ്ങ് മാറ്റി വെച്ചേക്കുക. ഒന്നെങ്കിൽ പുറത്ത് വെക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് ഇത് നല്ല കട്ടിയാകും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ഉലുവ, ഒരു ഇച്ചിരി ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാട്ടോ. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ 1 സ്പൂണ് ഉലുവ എടുക്കുക. ഇത് നല്ല വെള്ളത്തിൽ, ഒരു ശകലം വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചേക്കുക ഇത് കുതിരാനായിട്ട്. ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ചുമന്നുള്ളി ചെറുത്, ഒരു 5-8 ചോള ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് പയ്യെ ചതച്ചിട്ട് അങ്ങോട്ട് ഇട്ടേക്കണം, ഈ ഉലുവയുടെ കൂട്ടത്തിൽ തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് ഉണ്ടല്ലോ, നോർമലി ചെമ്പരത്തിപ്പൂവ് നമ്മൾ അമ്പലത്തിലൊക്കെ ചെമ്പരത്തിപ്പൂവ് ഉണ്ടല്ലോ, 5 എതറുള്ള ചെമ്പരത്തിപ്പൂവ്, റെഡ് കളറുള്ളത്. അപ്പോൾ അതും എടുക്കുക. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ വാരി കോരിച്ചെന്ന്, ഇപ്പോഴുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എണ്ണ ഒന്നും നോക്കിയാൽ വാരി കോരിച്ചെന്ന് പറിച്ചിട്ട്, അങ്ങനെയല്ല. ഇതിന് വേണ്ടത് അധികം വിരിഞ്ഞു പോകാത്ത ഇങ്ങനെ മൊട്ടില്ല, ഇങ്ങനെ വിരിയാനായിട്ട് നിൽക്കുന്ന ഒരു മൊട്ട്, ഇന്നിങ്ങനെ വീറി വരുന്നേ, അങ്ങനെ ഒരു ഇത്രയും നീളമുള്ള ആ മുട്ട എടുക്കുക. അതിൻ്റെ ആ ചുവട്ടിലത്തെ ആ പച്ച ഇങ്ങനെ ഇരിക്കുമല്ലോ, അതിൻ്റെ ആ ചോടിൻ്റെ ഞെടുപ്പിൻ്റെ അടുത്ത്, അതൊന്നും കളയണ്ട. അപ്പോൾ ഈ വിരിഞ്ഞിങ്ങനെ വന്നതാണെങ്കിൽ നമ്മളെടുത്തുണ്ടെങ്കിൽ അതിൻ്റെ ആ പൂമ്പൊടിയുള്ള ഭാഗമെല്ലാം നമ്മൾ നുള്ളിപ്പറക്കി കളയണം. ആ ചോട്ടിലത്തെ തൊപ്പിയൊക്കെ എടുത്ത് കളയണം. പക്ഷേ അവിടെ ഇതിന് വിരിഞ്ഞതിനല്ല ഇതിന് ഗുണം, ഈ വിരിയാതെ ഇങ്ങനെ കൂമ്പി വരുന്നത് വേണം എടുക്കാണ്ട്. അതൊരേഴോ അല്ല നിങ്ങളുടെ ആളിൻ്റെ എണ്ണം അനുസരിച്ച്, നിങ്ങൾ ഒരാളെ ഉണ്ടെങ്കിൽ ഒരു 7 എണ്ണം കിട്ടിയാലും മതി. അപ്പോൾ നിങ്ങൾ 2 പേരുണ്ടെങ്കിൽ ഒരു 14 അങ്ങനെ കണക്കാക്കി നിങ്ങൾ എടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞ ഉലുവ, അപ്പം വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 5 or 6 എടുത്താൽ മതി. ചെറുതാണെങ്കിൽ ഒരു 8-9 ചെറിയ കഷ്ണം എടുക്കുക. അപ്പോൾ ഇത് ഈ ഉലുവായും ഈ ചെറിയ ഉള്ളിയും അതുപോലെ ഈ ചെമ്പരത്തിയുടെ മുട്ടും കൂടെ നിങ്ങൾ തലേദിവസം തന്നെ ഒരു കുറച്ച് വെള്ളത്തിലോട്ടിട്ട് അങ്ങ് വെച്ചോണം. എന്നുവെച്ചിട്ട് നേരം വെളുത്തിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ, ഇത് മിക്സിയിലിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ നേരം വെളുക്കുമ്പോഴേ ചെയ്യണമെന്നില്ല, ഇത് ജോലിക്കൊക്കെ പോകുന്നവരായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ രാവിലെ തന്നെ ഇതെടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് പതഞ്ഞ് വരണം. പതഞ്ഞ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഈ കഞ്ഞിവെള്ളമില്ലേ നല്ല കട്ടിയായിട്ടിരിക്കുന്നത്, ആ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്തോട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ അടിച്ച് പതച്ച് മിക്സ് ചെയ്യണം. അതിൻ്റെ അകത്തോട്ട് നിങ്ങൾ തലയിൽ ഏത് ഓയിലാണോ തേക്കുന്നത് അതിൽ ഒരു 5 or 6 തുള്ളി മാത്രം ഒഴിക്കുക, ഒരുപാട് ഒഴിക്കല്ലേ, പറയുന്നത് കറക്റ്റ് കേൾക്കണം. 1 ടീസ്പൂണോ അല്ലെ 1 കൈ എണ്ണയോ ഒന്നും എടുത്ത് ഊറ്റരുത്. 5 or 6
തുള്ളിക്കണക്കിന് ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ ഒഴിക്കുക. അല്ലേ പോട്ടെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്കിന് വേണ്ടി ഒരു 7 തുള്ളി അങ്ങ് കറക്റ്റായിട്ടിരുന്ന് അങ്ങോട്ട് ഓർത്തിരുന്ന് ഒഴിച്ചോ കേട്ടോ. എന്ന് വെച്ചിട്ട് ഒന്നും കൂടെ അടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ശകലം എടുത്ത് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇളക്കിയിട്ട് ഇങ്ങനെ തേച്ച് ഇങ്ങനെ ശരിക്കും മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് പെണ്ണുങ്ങളാണ് ഇങ്ങനെ തലമുടി ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ കുമ്പിട്ടിട്ട് ബാക്കി വശത്തൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ തേച്ച് നിങ്ങൾ ഒരുപാട് സമയം ഒന്നും ഇരിക്കേണ്ട. ആ തേക്കുന്ന കൂട്ടത്തിൽ പുരുകത്തേലോട്ടൊക്കെ ഇങ്ങനെ പുരുകത്തേലും എല്ലാം ഇങ്ങനെ ഒന്ന് കാണിച്ച് വിട്ടോളൂ. ഈ ഉലുവായും ഒക്കെ അങ്ങോട്ട് നമ്മുടെ മുഖത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഉണ്ടല്ലോ മുഖത്തിനൊക്കെ ഉണ്ടല്ലോ ഒരു ഗ്ലോയും ആ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ ആ ഞൊറിവും ആ മുരിഞ്ചിലും ഒക്കെ പോകും. അപ്പോൾ ഈ മിക്സ് എല്ലാം കൂടെ നമ്മുടെ മുഖത്തോട്ടൊക്കെ വരുവാണെങ്കിൽ അപ്പോൾ എത്ര നല്ലതായിരിക്കും. അപ്പോൾ ഈ പെടലിയയിലോട്ടും എല്ലാം ഈ കഴുത്തിൻ്റെ ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മൾ തൂത്ത് പിടിപ്പിക്കുക. ബാലൻസ് വരുന്ന കയ്യിലും കാലിലും ഒക്കെ തേച്ചോ. അത്രയ്ക്ക് നല്ലൊരു സാധനം. നിങ്ങളിത് തേച്ചിട്ട് ഒരു 4-5 പ്രാവശ്യം തേക്കുമ്പം തന്നെയുണ്ടല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഇന്ന് തേച്ചിട്ട് നാളെ അടുപ്പിച്ച് തേക്കണമെന്നില്ല. നിങ്ങൾ ആഴ്ചയിലുണ്ടല്ലോ ഒരു 3 പ്രാവശ്യം തേച്ചാൽ മതി. അതല്ല സമയവും കാര്യങ്ങളും ഉള്ളവർ ആഴ്ചയിൽ ഒരു 4-5 പ്രാവശ്യം തേച്ചോ. ഏറ്റവും നല്ലൊരു സാധനം. നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറിൽ ഒന്നും പോയി 1 രൂപ നിങ്ങളിത് മുടക്കാൻ നിൽക്കണം. നിങ്ങൾ തേച്ച് നോക്കുക. ഈ ഉള്ളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം. ചിലർക്ക് ഇങ്ങനെ വട്ടം മുടി കൊഴിഞ്ഞു പോകും, ചിലർക്ക് ഇങ്ങനെ പുരിയം കൊഴിഞ്ഞു പോകും, ചിലർക്ക് ആണുങ്ങൾക്ക് മീശ പൊഴിഞ്ഞു. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ഉള്ളി എടുത്തിട്ട് അതിൻ്റെ ആ പുറത്തെ തൊലി കളഞ്ഞിട്ട് മൂടി ഇങ്ങനെ ചെത്തിയിട്ട് ഇങ്ങനെ ഉരച്ച് ആ വട്ടം പോകുന്നിടത്തെ കൊടുത്തു കഴിയുമ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഇത് മുളയ്ക്കാൻ തുടങ്ങും. നിങ്ങൾക്കതൊക്കെ അനുഭവം ഉള്ളവരല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഉള്ളി നീരും കൂടി അങ്ങ് ചെല്ലുമ്പോഴത്തേനും എത്ര മുടി കൊഴിച്ചിലുള്ളവരുടെ ആണെങ്കിലും മുടി കൊഴിച്ചിൽ നിൽക്കും. മുടി നല്ല തിക്കായിട്ട് വളരാനും തുടങ്ങും. അതുപോലെ തന്നെ ഗുണമാണ് നമ്മുടെ ഉലുവായും ഈ ചെമ്പരത്തി മുട്ടും. പിന്നെ നമ്മുടെ പഴയ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം പറയുകയും വേണ്ടല്ലോ. പണ്ട് കാലം തൊട്ടുള്ള ഞങ്ങളൊക്കെ തേച്ചുകൊണ്ടിരുന്ന താളിക്ക് പകരം, അതായത് ഷാമ്പൂവിന് പകരം ഈ പഴയ കഞ്ഞിവെള്ളം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇരുന്നവരാ. ഇപ്പോൾ എത്ര കാലമായി ഇപ്പോൾ എല്ലാവരും ഈ ഷാമ്പൂവിൻ്റെയൊക്കെ പുറകെ പോകാൻ തുടങ്ങിയിട്ട് സമയമില്ല എന്ന് പറഞ്ഞ്. ഇപ്പോഴും ഞങ്ങളൊക്കെ ചെമ്പരത്തി താളി അല്ലെ കുറുന്തോട്ടി താളിയൊക്കെയാണ് ഞങ്ങൾ തലയിൽ തേച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പഴയ കഞ്ഞിവെള്ളം തേക്കുമായിരുന്നു. അന്നൊന്നും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ഇന്നത്തെ കാലത്തുള്ള പിള്ളേർക്കല്ലേ ഇതിൻ്റെയൊക്കെ പുറകെ പോയി ഈ മുടി ഒഴിച്ചിലും ഈ കഷണ്ടി തെളിയുന്നതും ഈ താരം കയറി പിടിക്കുന്നതും ഒക്കെ. അന്നൊന്നും ഇതൊന്നുമില്ലായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതുണ്ട്. ഇപ്പോഴും വല്ലപ്പോഴും ഉണ്ടല്ലോ, എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഇതുണ്ടോ ഞാനിങ്ങനെ തേക്കാറുണ്ട്. നോക്കി എൻ്റെ എന്ത് നരയ്ക്കുമോ പിറക്കോ എന്തെങ്കിലും ചെയ്യണ്ട. അപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. മുടി നരയ്ക്കാതിരിക്കുന്നതിൻ്റേതും മുടി എപ്പോഴും തിക്കായിട്ടിരിക്കുന്നതിൻ്റേതും മുടി നല്ല രീതിയിൽ നീളം വെക്കുന്നതും. അമ്മച്ചിക്ക് 90-ആം വയസ്സിൽ അമ്മച്ചിയുടെ മുടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഓയിൽ വേണം എന്നൊക്കെ പറഞ്ഞു വന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാവട്ടെ അതിൻ്റെ പുറകെ പോകാനായിട്ട്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ അമ്മച്ചിക്ക് ചെയ്യുന്ന എണ്ണ ഏതാണെന്നും തേക്കുന്ന എന്താണെന്നും ഞാനത് ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് ഒന്നും കൂടെ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഈ വീട്ടിലുള്ള സാധനം മാത്രമല്ല ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഈ വീട്ടിലുള്ള 4 ഇൻഗ്രീഡിയൻസ് വെച്ച് നിങ്ങളിത് ചെയ്തിരിക്കണം. പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം. എത്ര പ്രായമുള്ളവർക്കും. മുടിക്കുണ്ടല്ലോ നല്ല കറുപ്പ് വരിക, നിലവിലുള്ള നരയെല്ലാം നിങ്ങൾക്കങ്ങ് മാറിക്കിട്ടും. മാറും എന്ന് പറഞ്ഞാൽ ഞാൻ ചുവടെ മാറുന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അടിയുന്നേ നമ്മുടെ വളർന്നു വരുന്ന ഒരു സാധനം. അപ്പം വളർന്നു വരുമ്പോൾ എന്തായാലും നമുക്ക് നര മാറും. ഓരോ വീഡിയോ കാണാം കംപ്ലീറ്റ് നര മാറും. പിന്നെ ഇത് 1 പ്രാവശ്യം തേച്ചാൽ പിന്നെ ജീവിതത്തിൽ നരയ്ക്കത്തില്ലെന്ന് ആ വിദ്യയൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേങ്കിൽ നിലവിൽ ഈ കട്ടയായിട്ട് നിൽക്കുന്ന ഈ നരച്ചിരിക്കുന്ന അതിൻ്റെയൊക്കെ കളറങ്ങ് മാറി ഇത് കുറേ പ്രാവശ്യം അടുപ്പിച്ച് തേച്ചാൽ നമ്മുടെ മുടി കറുത്ത് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1-2 തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കറുത്ത് വരും. കാരണം ഇത് മുടി നീണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ. അതിൻ്റെ പേരിലാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഇന്ന് തൊട്ട് ഇത് നിങ്ങളെൻ്റെ കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്ത് വയ്ക്കുക. നാളെ തൊട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമ്മൾ കാണും. ടാറ്റാ ബൈ ബൈ. ഓക്കേ.